ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗന്റെ ഡൗൺ ടൗൺ ഏരിയയിലൂടെ സഞ്ചാരം തുടരുകയാണ്. നഗരത്തിന് പുറത്ത് ഡെൻമാർക്കിന്റെ വിദൂര ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച ശേഷം സന്ധ്യയോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സമയം 7 മണിയായിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു കെട്ടിടത്തിന്റെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ അകത്തുകൂടിയാണ് റോഡ് കടന്നുപോകുന്നത്. ദിവസവും 1/2 ലിറ്റർ പാൽ കുടിക്കണമെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ആർല എന്ന വലിയ ഡയറി കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. യൂറോപ്പിലെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ആർല. 8500 കർഷകരുടെ ഒരു സഹകരണ സംഘം. അത് കടന്ന് യാത്ര തുടരുമ്പോൾ ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അത് വേറൊരു ആംഗിളിൽ കാണാവുന്ന ഒരിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് എന്റെ സുഹൃത്ത് വിദ്യാദത്ത് അവിടേക്ക് വണ്ടി വിടുകയാണ്. കാറിന്റെ പിൻസീറ്റിൽ ഫഹദ് എന്ന സുഹൃത്തുമുണ്ട്. ചുടുകെട്ട് കൊണ്ട് പണിത ധാരാളം കെട്ടിടങ്ങളുള്ള ഒരു നഗരമാണ് കോപ്പൻഹേഗൻ. ഈ കടന്നുപോകുന്ന ഭാഗത്ത് പണ്ട് ഒരു റെഡ് ലൈറ്റ് ഏരിയ ഉണ്ടായിരുന്നു. വെസ്റ്റർബ്രോ എന്നായിരുന്നു അതിന്റെ പേര്. 90കൾ വരെ ഈ നഗരത്തിൽ നിലനിന്ന റെഡ് ലൈറ്റ് ഏരിയയാണത്. അവിടം ഇപ്പോൾ ഒരു കൾച്ചറൽ സെന്ററായി മാറിയിരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. വെസ്റ്റർബ്രോ പ്രദേശത്തെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൊണ്ടൊന്നും അസ്തമിച്ചതല്ല. തലമുറ മാറ്റവും ആളുകളുടെ മനോഗതിയിലുണ്ടായ മാറ്റവുമൊക്കെയാണ് അതിന് കാരണം. അങ്ങകലെ അക്കാണുന്നതാണ് കോപ്പൻഹേഗനിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ അകലെ നിന്നുള്ള ഒരു ദൃശ്യം കാണിക്കാനാണ് വിദ്യാദത്ത് ഈ വഴിയിലൂടെ വണ്ടി ഓടിച്ചത്. വലതുവശത്ത് ലൈറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്ന 2 ഇഷ്ടിക കെട്ടിടങ്ങളുണ്ട്. അതിന്റെ നടുവിലുള്ള ആർച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള എൻട്രൻസ് ആണ്. ടിവോളി എന്നാണ് അതിന്റെ പേര്. ലോകത്താദ്യമായി ഉണ്ടായ 2ാമത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് ടിവോളി. അത് വീണ്ടും ഒന്ന് കാണാവുന്നിടത്തേക്കാണ് വണ്ടി വിടുന്നത്. ഇക്കാണുന്നത് ഇവിടുത്തെ സിറ്റി ഹാളാണ്, കോപ്പൻഹേഗൻ നഗരത്തിന്റെ ഭരണസിരാകേന്ദ്രം. ഇതാണ് ടിവോളിയുടെ ഒരറ്റം. അക്കാണുന്നതെല്ലാം ടിവോളിയുടെ ഭാഗങ്ങൾ തന്നെ. 1843 തുടങ്ങിയ അമ്യൂസ്മെന്റ് പാർക്കാണ്. അന്നിവിടം നഗരത്തിന്റെ പ്രാന്തഭാഗമായിരുന്നിരിക്കണം. എന്നാൽ ഇപ്പോഴത് നഗരത്തിന്റെ ഒത്ത മധ്യത്തിലാണ്. ഇപ്പോഴും ലോകത്തെ ഏറ്റവും പോപ്പുലറായ 2ാമത്തെ പാർക്ക് ടിവോളിയാണ്. വർഷം തോറും 40 ലക്ഷത്തിലേറെ ആളുകൾ ആ അമ്യൂസ്മെന്റ് പാർക്ക് സന്ദർശിക്കുന്നുണ്ട്. അവിടം പിന്നിട്ട് ഫെഡറിക്സ് ഹോംസ് കനാലും കടന്ന് ഞങ്ങൾ കാസിൽ ഐലൻഡിലേക്ക് പ്രവേശിച്ചു. ഈ ഇടതുവശത്ത് കാണുന്നത് റോയൽ ബ്രൂവറിയാണ്, വൈൻ ബ്രൂവറി. അതിനപ്പുറം ബ്ലോക്സ് എന്ന ആർക്കിടെക്ചറൽ സെന്റർ. ഇവിടെ വന്നിറങ്ങിയ ആദ്യ ദിവസം കനാലിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടതാണ്. അത് കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ സവിശേഷ രൂപത്തിലുള്ള ഒരു കെട്ടിടമുണ്ട്. ബ്ലാക്ക് ഡയമണ്ട് എന്നു പേരുള്ള റോയൽ ലൈബ്രറിയാണത്. അതിനകത്തുകൂടിയാണ് പാത. 1648 പ്രവർത്തനം തുടങ്ങിയ ലൈബ്രറിയാണ് ഇവിടുത്തേത്. 3,70,00,000 പുസ്തകങ്ങളുള്ള ലൈബ്രറി. കനാലിന്റെ അങ്ങേക്കരയിൽ അപ്പാർട്ട്മെന്റുകളുടെ നിര കാണാം. ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ മഗാസീൻ എന്ന ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ്. അവിടമെല്ലാം പിന്നിട്ട് കാർ ഓടിക്കൊണ്ടിരുന്നു. കോൺജൻസ് എന്ന സ്ക്വയറാണിത്. പഴയ മന്ദിരങ്ങൾ അതിരിട്ട് നിൽക്കുന്ന സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ റോയൽ നാഷണൽ തിയേറ്റർ. അതിനു മുന്നിൽ ബസ് നിർത്തിയാണ് ഇവിടെ വന്നിറങ്ങിയ ആദ്യ ദിവസം ഞങ്ങൾ കനാലിലൂടെ ബോട്ടിങ്ങിനൊക്കെ പോയത്. ഇക്കാണുന്നതാണ് നൈഹാവൻ ഏരിയ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യ ദിവസം കനാലുകളിലൂടെ ദീർഘമായൊരു യാത്ര നടത്തിയത്. ബ്രെഡ് ഗേറ്റ് എന്നൊരു സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടുത്തെ രാജകൊട്ടാരം കാണുന്നതിനാണ് ഈ സ്ട്രീറ്റിലൂടെ പോകുന്നത്. ഡെൻമാർക്കിന്റെ ഇപ്പോഴത്തെ രാജാവ് വസിക്കുന്ന കൊട്ടാരം. അമാലിയൻബോർഗ് പാലസ് എന്നാണ് അതിന്റെ പേര്. ഇവിടെ കാർ അധിക നേരം നിർത്താനാവില്ല. അതിനാൽ എന്നെ ഇവിടെ ഇറക്കിവിട്ട് കാറുമായി സുഹൃത്തുക്കൾ പോകും. അവർ തിരികെ വരുമ്പോഴേക്കും ഞാൻ ഷൂട്ട് ചെയ്തു തീർക്കും. ഇക്കാണുന്നത് ഇവിടുത്തെ ഫ്രെഡറിക്സ് ക്രിക്കെ എന്ന പള്ളിയാണ്, ഒരു ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ച്. അതിന്റെ എതിർവശത്ത് മുന്നോട്ട് നീണ്ടുകിടക്കുന്ന പാത നേരെ എത്തുന്നത് കൊട്ടാരത്തിന്റെ മുറ്റത്തേക്കാണ്. ഞാൻ നടന്ന് ആ മുറ്റത്തേക്കെത്തി. 4 പ്രധാന കെട്ടിടങ്ങളും അതിനിടയിലെ ചെറുകെട്ടിടങ്ങളും നടുവിലുള്ള വലിയ മുറ്റവും ചേർന്നതാണ് കൊട്ടാരം.
ചത്തുരത്തിന്റെ 4 മൂലയ്ക്കും 4 കൊട്ടാരങ്ങൾ. 4നും 4 പേരാണ്. ഇങ്ങനെ കാണുമ്പോൾ മുറ്റത്തിന്റെ ചുറ്റുഭാഗവും കെട്ടിടങ്ങൾ തന്നെയാണ്. മുറ്റത്തിന്റെ ഒത്ത നടുവിലേക്ക് ഞാൻ ചെന്നു. ഇടതുവശത്ത് ആദ്യം കാണുന്നത് ക്രിസ്ത്യൻ 8-ാമന്റെ കൊട്ടാരം. അത് കഴിഞ്ഞ് ഇപ്പോൾ നേരെ മുന്നിൽ കാണുന്നത് ഫെഡറിക് 8-ാമന്റെ കൊട്ടാരം. അതിന്റെ വലതുവശത്ത് അക്കാണുന്നതാണ് ക്രിസ്ത്യൻ 9-ാമൻ രാജാവിന്റെ കൊട്ടാരം. ഏറ്റവും അവസാനമായി ഇക്കാണുന്നത് ക്രിസ്ത്യൻ 7-ാമന്റെ കൊട്ടാരവും. ഇങ്ങനെയാണ് 4 കൊട്ടാരങ്ങൾ. ഫെഡറിക് 5-ാമൻ രാജാവിന്റെ അശ്വാരൂഢ പ്രതിമയാണ് നടുമുറ്റത്തിന്റെ ഒത്ത മധ്യത്തിൽ. 1750-നും 1760-നും ഇടയിലുള്ള കാലത്ത് പണിതതാണ് ഇവിടെയുള്ള 4 കൊട്ടാരങ്ങളും. അതിനെല്ലാം ഓരോ രാജാക്കന്മാരുടെ പേര് ഇട്ടെന്നേയുള്ളൂ. അല്ലാതെ അവരാരും അവിടെ സ്ഥിരമായി വസിച്ചിട്ടില്ല. ഇതാണ് ഫെഡറിക് 5-ാമന്റെ പ്രതിമ. ഫ്രഞ്ചുകാരനായ ജാക്കസ് സാലി എന്ന ശില്പി നിർമ്മിച്ച പ്രതിമയാണ്. 1754 മുതൽ 20 വർഷത്തോളം അദ്ദേഹം ഡാനിഷ് റോയൽ അക്കാഡമി ഓഫ് ആർട്ടിന്റെ ഡയറക്ടറായിരുന്നു. കൊട്ടാരത്തിലും മുറ്റത്തുമെല്ലാം ലൈറ്റുകൾ തെളിഞ്ഞിരിക്കുന്നു. അതോടെ കെട്ടിടങ്ങൾക്കെല്ലാം മറ്റൊരു ഭാവമായി. അങ്ങേയറ്റത്ത് പള്ളി, ഫ്രെഡറിക്സ് കിർക്കെ. അതിനു മുന്നിൽ നിന്നുമാണ് ഞാൻ ഈ നടുമുറ്റത്തേക്ക് നടന്നു വന്നത്. പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന സ്ട്രീറ്റ് അവസാനിക്കുന്നത് ഈ സ്ക്വയറിലാണ്. നല്ലൊരു കൊട്ടാരമാണ്. എന്നാൽ അതിബൃഹത്തായ കൊട്ടാരമൊന്നുമല്ല. ഇടത്തരം 4 കൊട്ടാരങ്ങൾ ചേർന്നതാണ് ഈ കോംപ്ലക്സ്. ഫെഡറിക് 10-ാമനാണ് ഇപ്പോൾ ഡെൻമാർക്കിന്റെ രാജാവ്. അദ്ദേഹം വസിക്കുന്നത് ഈ കൊട്ടാര കോംപ്ലക്സിലെ ഫെഡറിക് 8-ാമന്റെ കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിനു മുന്നിൽ റോയൽ ഗാർഡ് ഉലാത്തുന്നത് കാണാം. ഒരാളെയുള്ളൂ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ ചേഞ്ചിങ് ഓഫ് ഗാർഡ് ചടങ്ങുണ്ട്. വർണ്ണാഭമായ ഒരു പരിപാടിയാണത്. അങ്ങേയറ്റത്ത് കാണുന്ന പ്രകാശം ഉൾക്കടലിന് അക്കരെയാണ്. ഉൾക്കടൽ തീരത്താണ് സ്ക്വയറിൽ നിന്നുള്ള ഒരു വഴി ചെന്ന് അവസാനിക്കുന്നത്. ആ വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് നടന്നു. കഴിഞ്ഞ ദിവസം കനാലിലൂടെയുള്ള യാത്രയ്ക്കിടെ കണ്ട ഓപ്പറ ഹൗസാണ് അങ്ങേക്കരയിൽ. അത് ജലാശയത്തിന്റെ മറുകരയിലാണ്. 2005-ൽ പണിത മനോഹരമായ ഓപ്പറ ഹൗസ്. ആ ഓപ്പറ ഹൗസിന് നേരെ ഇപ്പുറമാണ് കൊട്ടാരം. അതിനിടയ്ക്ക് ഒരു ജലാശയമുണ്ടെന്ന് മാത്രം. ഇന്നർ ഹാർബർ എന്ന ഉൾക്കടലാണത്. ഇരുൾ പരക്കുന്നതിനനുസരിച്ച് കൊട്ടാരത്തിന്റെ ഭാവങ്ങൾ മാറുന്നു. 2-ാം ലോകമഹായുദ്ധകാലത്ത് 1940-ൽ ജർമ്മൻ പട ഡെൻമാർക്കിനെ കീഴടക്കിയത് ഈ കൊട്ടാരമുറ്റത്ത് വെച്ചാണ്. രാജ്യത്ത് അധിനിവേശിച്ച നാസിപ്പടയെ ഡാനിഷ് റോയൽ ലൈഫ് ഗാർഡ്സ് ഈ മുറ്റത്ത് വെച്ച് നേരിട്ടു. 1 മണിക്കൂർ നീണ്ട വെടിവെപ്പുണ്ടായി. ഒടുവിൽ അന്നത്തെ രാജാവ് ക്രിസ്ത്യൻ 10-ാമൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ജർമ്മനിയുടെ മേൽക്കോയ്മ അംഗീകരിക്കുകയുമായിരുന്നു. 1750 മുതലുള്ള 10 വർഷം കൊണ്ട് ഇവിടുത്തെ പ്രധാന കൊട്ടാരങ്ങളുടെയെല്ലാം പണി പൂർത്തിയായിരുന്നു. മറ്റു കെട്ടിടങ്ങളുടെ നിർമ്മാണം അവസാനിക്കാൻ പിന്നെ ഒരു 10 വർഷം കൂടിയെടുത്തു. ഞാൻ ആ കൊട്ടാരമുറ്റത്ത് നിന്ന് തിരികെ നടന്നു. ഇവിടെ കാറുമായി വരാമെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത്. അവരെ വിളിച്ചു. കാർ വന്നു. അതിൽ കയറി അവിടെ നിന്നും യാത്ര തുടരുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ രാജഭരണത്തെക്കുറിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് ഡെൻമാർക്കിൽ നിലനിൽക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് അങ്ങനെ ഒരു സംവിധാനം വരുന്നത്. അതിനു മുൻപ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരുന്നു രാജ്യത്തിന്റെ സർവാധിപതി. ഇപ്പോൾ രാഷ്ട്രത്തലവൻ എന്ന ആലങ്കാരിക പദവിയിലാണ് രാജാവ്. ഭരണം നടത്തുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയുടെ നേതാവിനെ പ്രധാനമന്ത്രിയായി നിയമിക്കുക എന്നതാണ് രാഷ്ട്രീയപരമായി രാജാവിന്റെ പ്രധാന അധികാരം. വിദേശ രാഷ്ട്രത്തലവന്മാരെ സ്വീകരിക്കുക, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അംഗീകരിക്കുക, രാജ്യത്തെ പ്രതിനിധീകരിച്ച് വിദേശങ്ങളിൽ സന്ദർശനം നടത്തുക എന്നതൊക്കെയാണ് ഇപ്പോൾ രാജാവിന്റെ പ്രധാന ചുമതലകൾ. ഇപ്പോൾ നേരെ മുന്നിൽ ലൈറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്ന വലിയൊരു കെട്ടിടം കാണാം. അതിവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടൽ ഡി ആഞ്ചൽ ടെറേ എന്ന 5 സ്റ്റാർ ഹോട്ടൽ. നഗരത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥലത്താണത്. അത് പിന്നിട്ടു ചെല്ലുമ്പോൾ നേരെ മുന്നിൽ ഗോപുരത്തോടെ കാണുന്നത് ഇവിടുത്തെ പാർലമെന്റ് ഹൗസ് ഉൾപ്പെടുന്ന കൊട്ടാര ഭാഗങ്ങളാണ്.
കാസിൽ ഐലൻഡ് എന്ന ഒരു ചെറുദ്വീപിലാണത്. ഇങ്ങനെ കാണുമ്പോൾ അത് ഐലൻഡ് ആണെന്ന് തോന്നുകയില്ല. എന്നാൽ അതിനിടയിലൂടെ കനാലുകൾ പോകുന്നുണ്ട്. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ USA, യൂറോപ്പിലെ 10 രാജ്യങ്ങൾ, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇപ്പോൾ മറ്റൊരു കനാലിനെ ക്രോസ് ചെയ്ത് ഞങ്ങൾ നഗരഹൃദയത്തിൽ നിന്നും കുറച്ചു മാറിയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. റീഫൻ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. 9 മണിയായിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനാണ് ഞങ്ങൾ റീഫനിലേക്ക് പോകുന്നത്. ഉച്ചയ്ക്ക് കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്ത് റീഫനിലേക്ക് നടന്നു. സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു പ്രദേശമാണ് റീഫൻ. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് ഇവിടെ കിട്ടും. മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ അല്പം വൈകിപ്പോയി. സാധാരണ വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെയൊക്കെയാണ് ഇവിടം ഏറ്റവും സജീവമായിരിക്കുക. പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ഈ രാജ്യങ്ങളിലൊക്കെ വളരെ നേരത്തെ തന്നെ കടകളും സ്ഥാപനങ്ങളും അടയ്ക്കുന്നതാണ് പതിവ്. ആളുകളെല്ലാം നേരത്തെ തന്നെ വീട്ടിൽ കയറുന്നതുകൊണ്ടാവാം. ഞങ്ങൾ റീഫനിലേക്ക് ചെന്നു കയറി. കണ്ടെയ്നറുകൾ അടുക്കിയതുപോലെയാണ് കടകൾ. അതിലെല്ലാം ബെഞ്ചുകളും മേശകളും കാണാം. പക്ഷേ ആൾ ഒഴിഞ്ഞിരിക്കുന്നു. കുറച്ച് ആളുകൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഒരിടത്ത് 2-3 പേർ കൂടി നിന്ന് തീ കായുകയാണ്. വളരെ രസകരമായൊരു തീമിലാണ് റെസ്റ്റോറന്റുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കും കേരളത്തിലെ പല പട്ടണങ്ങളിലും ഇതുപോലെ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയും. ടോയ്ലറ്റും വാഷ് ഏരിയയും ഒക്കെയുണ്ട് ഇവിടെ. ഞങ്ങൾ റീഫന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. ഓരോ കടയും ഓരോ കണ്ടെയ്നറുകൾ എടുത്തു വെച്ചതുപോലെയാണ്. എന്നാൽ വലിയ ഹാളുകളുള്ള റെസ്റ്റോറന്റുകളുമുണ്ട്. വിവിധ രാജ്യങ്ങളുടെ ഫുഡുകളാണ് ഇവിടെ കിട്ടുക. മനില എന്ന ബോർഡ് വെച്ച ഇത് ഫിലിപ്പിനോ ഫുഡ് വിൽക്കുന്ന ഇടമാണ്. ചൈനീസ് ഫുഡുണ്ട്, തായ് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, ലാറ്റിൻ അമേരിക്കൻ, മെക്സിക്കൻ എന്നിങ്ങനെ പലതും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലെയുള്ള നടത്തം തന്നെ. 2018 ഇവിടം ഒരു സ്ട്രീറ്റ് ഫുഡിന്റെ കേന്ദ്രമായി മാറുന്നത്. ഇപ്പോൾ നോർത്തേൺ യൂറോപ്പിലെ തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ് ഇതാണ്. ഇപ്പോൾ റെസ്റ്റോറന്റുകളിലെല്ലാം ആളൊഴിഞ്ഞിരിക്കുന്നു. എല്ലാ കടകളും അടച്ചിട്ടില്ല. എന്നാൽ അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണവർ. ഭക്ഷണം ഓർഡർ ചെയ്യുകയും ഷൂട്ട് ചെയ്യുകയും വേണം. നല്ല ഭക്ഷണം കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്റ്റോളിൽ കയറി ഓർഡർ ചെയ്തുകൊള്ളാൻ പറഞ്ഞ് ഞാൻ സുഹൃത്തുക്കളെ അയച്ചു. ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ഭക്ഷണം റെഡിയായി എത്തുമല്ലോ. ചെറിയ തട്ടുകടകൾ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ധാരാളം മേശകസേരകളുള്ള വലിയ റെസ്റ്റോറന്റുകളുമുണ്ട്. ഇത് തണുപ്പടിക്കാതെ ആളുകൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വലിയൊരു ഹാളാണ്. അതിനകത്ത് കുറേ ആളുകളുണ്ട്. നല്ല തണുപ്പ് വീണതുകൊണ്ടായിരിക്കണം ബാക്കിയുള്ളിടത്തൊക്കെ ആളുകൾ ഒഴിഞ്ഞു തുടങ്ങിയത്. സമ്മറിൽ നല്ല തിരക്കുള്ള ഒരു സ്ഥലമായിരിക്കും ഇത്. ഞാൻ ആ കടകൾക്കിടയിലൂടെ കുറേ നേരം നടന്നു. 2018 20ഓളം റെസ്റ്റോറന്റുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആളുകൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന 40 റെസ്റ്റോറന്റുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. 3 വർഷത്തേക്കാണ് ഇവിടെ ഒരു കട അനുവദിക്കുക. സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ് എന്ന കമ്പനിയാണ് റീഫനിലെ റെസ്റ്റോറന്റുകൾ നിയന്ത്രിക്കുന്നത്. ഇവിടെ ഗോഷ്ട് എന്നു പേരുള്ള ഒരു കുർദിഷ് റെസ്റ്റോറന്റിൽ സുഹൃത്ത് ഫഹദ് നിൽക്കുന്നുണ്ട്. അവിടെ നല്ല ഫുഡുണ്ടെന്നാണ് പറയുന്നത്. അത് ഓർഡർ ചെയ്തോളാൻ ഞാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. വെറും ഫുഡ് സ്റ്റാളുകൾ മാത്രമല്ല ഇവിടെയുള്ളത്. ഇതൊരു എന്റർടൈൻമെന്റ് സെന്റർ കൂടിയാണ്. ചില ദിവസങ്ങളിൽ ലൈവ് കൺസേർട്ടുകൾ, പ്രത്യേക തീമിലുള്ള ഭക്ഷ്യമേളകൾ, ആർട്ട് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്നിവയൊക്കെ ഇവിടെ നടക്കാറുണ്ട്. എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഫുഡ് മാർക്കറ്റ് അല്ലിത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് എല്ലാ സ്റ്റാളുകളും തുറന്നു പ്രവർത്തിക്കുക. മറ്റുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ചില കടകൾ മാത്രമേ തുറക്കുകയുള്ളൂ. ഒരു ഐസ് സ്കേറ്റിംഗ് റിംഗും ബാറുകളും കോഫി ഷോപ്പുകളുമെല്ലാമുണ്ട് റീഫനിൽ.
നമുക്കിത് ഒരു ഹിപ്പി ഏരിയ പോലെ തോന്നും. യൂറോപ്പിലെ നഗരങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു പ്രദേശം. ഫിഷ് ആൻഡ് ചിപ്സ് എന്ന ഒരു കട. അതിന്റെ അരികിലൂടെ നടന്നു ചെല്ലുമ്പോൾ ഇവിടെ ഇന്ത്യൻ ബൈറ്റ്സ് എന്ന ഇന്ത്യൻ റെസ്റ്റോറന്റുമുണ്ട്. അങ്ങനെ നടക്കവേ ഇടയ്ക്ക് വെച്ച് വിദ്യാദത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം മറ്റെന്തോ വിഭവം അന്വേഷിച്ചങ്ങനെ നടക്കുകയാണ്. ബിയറും മദ്യവുമൊക്കെ കിട്ടുന്ന പല പല കടകളുമുണ്ട് ഇവിടെ. ബിയർ മിക്ക റെസ്റ്റോറന്റുകളിലും കിട്ടുമെങ്കിലും ബാറുകൾ മറ്റൊരു ഭാഗത്താണ്. പാനീയങ്ങൾക്കു വേണ്ടി മാത്രമുള്ള കടകളുമുണ്ട്. ഇത് അത്തരമൊന്നാണ്. ബിയറാണ് പ്രധാനമായും അവിടെ കിട്ടുന്നത്. കടകളെല്ലാം അടയ്ക്കാനുള്ള മൂഡിലാണ്. ശരിക്കും ഭക്ഷണശാലകളുടെ പ്രവർത്തന സമയം രാവിലെ 11:30 മുതൽ രാത്രി 8:30 വരെയാണ്. അതുകൊണ്ടുകൂടിയാവണം ഇവിടെയൊക്കെ ആളൊഴിഞ്ഞിരിക്കുന്നത്. ഒരു കറക്കം പൂർത്തിയാക്കി ഗോഷ്ട് എന്ന കടയിലേക്ക് വീണ്ടും ചെന്നു. ഫഹദ് ഭക്ഷണം വാങ്ങിയിരിക്കുന്നു. ഇത് ലാം ഷീഷാണ്, ഒരു ടർക്കിഷ് വിഭവം. ആട്ടിറച്ചി ഒരു റൊട്ടിക്കകത്ത് പൊതിഞ്ഞു തരും. നല്ല രുചിയുള്ള വിഭവമാണ്. ഞങ്ങളത് ആസ്വദിച്ചു. തണുപ്പത്ത് നല്ല സുഖമായിരുന്നു ലാം ഷീഷ് ആസ്വദിക്കാൻ. അതും കഴിച്ച് ഓരോ ജ്യൂസും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും കടകളിലെല്ലാം ആൾ ഒഴിഞ്ഞു കഴിഞ്ഞു. നേരം ഇപ്പോൾ 9:45 ആയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർട്ടി ഹാൾ. കളർഫുള്ളാണ് ഇതെല്ലാം. യൂത്തിന്റെ ഒരു ഹാങ് ഔട്ട് ഏരിയയാണ് ഇവിടമെന്ന് പറയാം. ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. അവസാന ട്രിപ്പ് നടത്തുന്ന സിറ്റി ബസ്സുകൾ കടന്നുപോകുന്നു. എയർപോർട്ടിന് സമീപത്തുള്ള കംഫർട്ട് ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതാണ് കംഫർട്ട് ഹോട്ടൽ. നല്ലൊരു ഹോട്ടലാണ്. ഇന്ന് രാത്രി ഇവിടെ താമസിക്കണം. എയർപോർട്ടിന് അടുത്തു തന്നെയാണ് ഹോട്ടൽ. യാത്ര പറയുമ്പോൾ ഈ സുഹൃത്തുക്കൾ പറയുന്നത് ഇതാണ്: ഞങ്ങൾ പറഞ്ഞ എല്ലാ കഥകളും നാട്ടുകാരെ കേൾപ്പിക്കരുത്. അങ്ങനെ വിദ്യാദത്തും ഫഹദും യാത്ര പറഞ്ഞു പിരിഞ്ഞു. അവർ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഡെൻമാർക്കിന്റെ ഉൾനാടുകളിലൂടെയൊക്കെ ഒരു യാത്ര നടത്താനായി. ഇത് കണ്ടാൽ ഒരു ഫാക്ടറിക്കകത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് തോന്നും. 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുകയേയില്ല. ഒരു ഭാഗത്ത് സർവീസ് സ്റ്റേഷനുണ്ട്. സെൽഫ് സർവീസാണ്. ഇവിടെ നമുക്ക് സ്വയം ചെക്ക് ഇൻ ചെയ്യാം. ഞാൻ സെൽഫായി ചെക്ക് ഇൻ ചെയ്തു. പിന്നെ 3-ാം നിലയിലേക്ക് കയറി ചെന്നു. 4 വഴിക്കും പോകുന്ന കോറിഡോറുകൾ. അനേകം മുറികളുള്ള ഒരു ഹോട്ടലാണ്. മുറി കണ്ടുപിടിക്കാനായി ഞാൻ കോറിഡോറിലൂടെ നടന്നു. എപ്പോഴും ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും തിരക്കുള്ള ഹോട്ടലാണ്. 349-ാം നമ്പർ മുറി. അതിനകത്തേക്ക് കയറി ചെന്നു. അധിക സമയം ഉറങ്ങാനില്ല. 4:30 ആകുമ്പോഴേക്കും ഉണർന്നെണീക്കണം. ഒന്ന് ഫ്രഷായി ഞാൻ ഉറക്കത്തിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ 4:30 ആയപ്പോൾ ഉണർന്ന് കുളിച്ച് റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് ലോബിയിലേക്കെത്തി. ഇനി എയർപോർട്ടിലേക്ക് പോകണം. ഈ ഹോട്ടലിന്റെ ലോബിയിൽ നിന്ന് തന്നെ ഒരു പാസേജ് ഉണ്ട്. നീണ്ടുകിടക്കുന്ന ഒരു കോറിഡോർ. ഇതിലൂടെ നേരെ ചെന്ന് കയറുന്നത് എയർപോർട്ടിലേക്കാണ്. ടാക്സി പിടിച്ച് എയർപോർട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് കരുതിയാണ് ഞാൻ നേരത്തെ എണീറ്റു വന്നത്. ടാക്സി ഒന്നും ആവശ്യമില്ല. നേരെ അങ്ങ് നടന്നാൽ മതി. നമ്മൾ എയർപോർട്ടിനകത്തു തന്നെയുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് പോലെയാണത്. ടെർമിനലിലേക്കാണ് ഈ വഴി നീണ്ടുകിടക്കുന്നത്. കുറേ ദൂരം നടക്കാനുണ്ട്. കോറിഡോർ കടന്ന് എസ്കലേറ്റർ വഴി ഇങ്ങനെ നടന്ന് എയർപോർട്ട് ടെർമിനലിലേക്ക് പോകാം. വെൽക്കം ടു കോപ്പൻഹേഗൻ എയർപോർട്ട് എന്ന ബോർഡ്. ഇത്രയും നേരം എയർപോർട്ടിന്റെ ഭാഗത്തുകൂടിയല്ല നടന്നതെന്നും മനസ്സിലാവുന്നു. എയർപോർട്ടിലേക്ക് എത്തുമ്പോഴും സമയം 6 മണിയായിട്ടില്ല. ഈ നിലയുടെ നേരെ താഴെയാണ് സാധാരണ ചെക്ക് ഇൻ ചെയ്യാനുള്ള കൗണ്ടറൊക്കെ. കാറിൽ വരികയാണെങ്കിൽ താഴത്തെ നിലയിലാണ് വന്നിറങ്ങുക. പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ ഞാൻ ചെക്ക് ഇൻ ഏരിയയിൽ എത്തിയിരിക്കുന്നു. താഴെ ചെക്ക് ഇൻ കൗണ്ടറുകൾ കാണാം. മുകളിലും ചെക്ക് ഇൻ കൗണ്ടറുകളുണ്ട്. ഹോട്ടലുകളിൽ നിന്നും വരുന്നവരൊക്കെ അവിടേക്കാണ് പോകുക. ഞാൻ അങ്ങനെ ടെർമിനൽ 2-ലേക്ക് കയറി ചെന്നു. ടെർമിനൽ 2-ൽ നിന്നാണ് എനിക്കുള്ള ഫ്ലൈറ്റ്. പല കിയോസ്കുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ പല എയർപോർട്ടുകളിലും ഇങ്ങനെയുള്ള കിയോസ്ക് വഴി ചെക്ക് ഇൻ ചെയ്യാം. എയർലൈനുകൾ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും ബോർഡിംഗ് പാസ് എടുക്കാനാവും. ലഗേജ് ചെക്ക് ഇൻ ചെയ്യാനുണ്ടെങ്കിൽ അത് മാത്രം കൗണ്ടറിൽ കൊടുത്താൽ മതി.
എനിക്ക് ഖത്തർ എയർവേസ് കിയോസ്കിലൂടെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല. അതിനാൽ കൗണ്ടറിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. സെക്യൂരിറ്റി പരിശോധനകളെല്ലാം കഴിഞ്ഞു. യാത്രയ്ക്ക് റെഡിയായി. ഖത്തർ എയർവേസിന്റെ വിമാനം അവിടെ കാത്തുകിടപ്പുണ്ട്. അതിലാണ് എനിക്ക് പോകേണ്ടത്. പക്ഷേ യാത്ര തുടങ്ങാൻ ഇനിയും 2-2.5 മണിക്കൂർ കൂടിയുണ്ട്. അതിനാൽ ഞാൻ ലോഞ്ചിലേക്ക് ചെന്നു. അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ചുനേരം വിശ്രമിച്ചു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നിറങ്ങി. 9 മണിക്കാണ് വിമാനം. 8:10 ആകുമ്പോഴേക്കും ബോർഡിംഗ് തുടങ്ങും. ഞാൻ 7:45 ആയപ്പോഴേക്കും ഗേറ്റിലേക്ക് നടന്നു. ബോർഡിംഗ് തുടങ്ങിയിരിക്കുന്നു. അകത്തേക്ക് നടന്നു. ഈ വിമാനത്തിൽ ഇനി പകൽ മുഴുവൻ നീളുന്ന യാത്രയാണ്. നാളെ പുലർച്ചെ മാത്രമേ കൊച്ചിയിലെത്തുകയുള്ളൂ. എയർ ഹോസ്റ്റസുമാർ വെറ്റ് ടിഷ്യൂവും പാനീയവും ഒക്കെ തന്ന് സ്വീകരിച്ചു. താമസിയാതെ വിമാനം പുറപ്പെടുകയാണ്. ഡെൻമാർക്കും ഐസ്ലാൻഡും കണ്ടതിനു ശേഷമുള്ള എന്റെ മടക്കയാത്രയാണിത്. വിമാനം കോപ്പൻഹേഗനിൽ നിന്നും പുറപ്പെടുകയാണ്. ഇനി ദോഹയിലേക്ക് ഒരു 6.5 മണിക്കൂർ. അവിടെ നിന്നും ഒരു 4 മണിക്കൂർ നാട്ടിലേക്കും.